ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങളാണ്. സോ നമുക്ക് ഒട്ടും താമസിക്കാണ്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ ഉൾപ്രദേശമായ തൊള്ളായിരം കണ്ടിയിലാണ്. യഥാർത്ഥത്തിൽ ഈ തൊള്ളായിരം കണ്ടി എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു മാജിക്കാണ്. സാഹസികതയും ശാന്തതയും എല്ലാം ഒത്തിണങ്ങിയ ഒരു സ്ഥലമാണ് തൊള്ളായിരം കണ്ടി. തൊള്ളായിരം കണ്ടി എന്ന് പറയുന്നത് ഈ കാടിൻ്റെ ഒക്കെ ഇടയിൽ മലയുടെ ഇടയിലായിട്ടിരിക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. അതുകൊണ്ടാണ് അതിന് തൊള്ളായിരം കണ്ടി എന്ന് പറയുന്ന പേര് വന്നത്. ഇവിടേക്ക് പോകാനായിട്ട് ഓഫ് റോഡ് വഴിയാവും പോകേണ്ടത്. സോ നമ്മുടെ വണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ തന്നെ ജീപ്പ് അവൈലബിലിറ്റി ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺ മിനിമം ഒരു 1500 ആണ് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ നമ്പർ ഓഫ് പേഴ്സൺസ് കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ എക്സ്ട്രാ ചാർജും അവർ ഈടാക്കുന്നുണ്ട്. പിന്നെ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടമായിട്ടുള്ളവർക്ക് നടന്നും വേണമെങ്കിൽ പോകാവുന്നതാണ്. അപ്പോൾ ഇതുവരെയായിട്ടും ഓഫ് റോഡൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ വളരെ ഭംഗിയായിട്ടുള്ള തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ ഇടയിൽ കൂടി പോവാണ്. ഇത് ബോച്ചയുടെ 1000 ഏക്കർ എസ്റ്റേറ്റ് ആണ്, തേയില എസ്റ്റേറ്റ് ആണ് ഇപ്പോൾ കാണുന്നത്. തൊള്ളായിരം കണ്ടിയാണ് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളാസ് ലോങ്സ്റ്റ് ഹാങ്ങിങ് ഗ്ലാസ് ബ്രിഡ്ജും തൊള്ളായിരം കണ്ടി തന്നെയാണ്. ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് കൂടാതെ ബോട്ടിങ്ങിനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്, ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, ട്രാംപോളിൻ ഉണ്ട്, സ്കൈ വാക്ക് ഉണ്ട്, റൈഫിൾ ഷൂട്ടിങ്ങും ഉണ്ട്, കേവും ഉണ്ട്. പിന്നെ നമുക്ക് വ്യൂ പോയിന്റും കാണാൻ പറ്റും. അപ്പോൾ ആദ്യം ഞങ്ങളിങ്ങനെ ഈ തേയില എസ്റ്റേറ്റിൻ്റെ നടുവിലൂടെ പോയപ്പോഴത്തേനും ഞങ്ങൾ വിചാരിച്ചു ഇതാണോ ഓഫ് റോഡ്, ഇതൊന്നും അല്ലല്ലോ, ജസ്റ്റ് സാധാരണ റോഡല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു വരുന്നത്. പക്ഷേ നമ്മൾ ഓഫ് റോഡ് തുടങ്ങിയപ്പോഴത്തേനുമാണ് ഞങ്ങൾക്കത് മനസ്സിലായത് എന്തുകൊണ്ടാണ് ജീപ്പ് തന്നെ വിളിക്കണം എന്ന് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മളിത് ഓഫ് റോഡിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത്. കാരണം പ്രകൃതി ഇത്രയ്ക്ക് സുന്ദരിയാണോ, ഇത്രയധികം അത്ഭുതം നിറഞ്ഞതാണോ പ്രകൃതി എന്ന് തോന്നിപ്പോകുന്ന ഒരു സമയമായിരുന്നു ഇത്. ആക്ച്വലി ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രകൃതിയായിട്ട് അങ്ങ് മെൽറ്റായിരിക്കുന്ന പോലെ ആയിരുന്നു. ഡെയിലി പോകുന്ന വഴിയിലൊക്കെ നമുക്ക് റോഡ്സ് ഉണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ റോഡ്സ് ഒന്നും കാണാൻ പറ്റില്ല, ഫുള്ള് ചതുപ്പ് നിലവും. അപ്പോൾ നമ്മൾ വിചാരിക്കും ദൈവമേ നമ്മളിനി എങ്ങനെയാണ് പോകാമെന്ന് വിചാരിക്കും. പക്ഷേ ഇവരതൊക്കെ ഭയങ്കര സ്മൂത്തായിട്ടാണ് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നത്. അതുപോലെ തന്നെ ചില പോയിന്റിൽ എത്തുമ്പോഴത്തേനും ഓപ്പോസിറ്റിൽ നിന്ന് ജീപ്പ് വരും, ഭയങ്കര നാരോ റോഡും ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി സ്ട്രക്കായിട്ട് അവിടെ നിൽക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല എന്ന്. പക്ഷെ അതും ഭയങ്കര സ്മൂത്തായിട്ട് മലയുടെയൊക്കെ മുകളിൽ കൂടി അങ്ങനെയൊക്കെ വളരെ നീറ്റായിട്ടാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. ചില പോയിന്റിലെത്തുമ്പോഴത്തേക്കും നമുക്ക് തോന്നും നമ്മൾ ഒരു സൈഡ് മറിഞ്ഞ് വീഴും, ഒരു സൈഡ് ചരിഞ്ഞ് വീഴും എന്നൊക്കെ തോന്നും. അതുകൊണ്ടാണ് ഇത് ജോമോളൊക്കെ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് പിടിച്ചിരിക്കുന്നത് തന്നെ. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടി വീഡിയോ എടുക്കുന്ന കാരണം നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറയുമായിരുന്നു ഫോൺ വളരെയധികം കെയർഫുള്ളായിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഒത്തിരി പേരുടെ ഫോൺ നിലത്ത് വീണിട്ടുണ്ട്, അവരുടെ ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ അഡ്വൈസ് തരുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പുള്ളിക്കാരൻ വിഷമം നിറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളീ പോകുന്ന സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് മുണ്ടക്കൈ ചുരുൾമല ലാൻഡ് സ്ലൈഡൊക്കെ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് ഈ ടൂറിസ്റ്റ് സ്പോട്ട്സൊക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷമായിരുന്നു ഞങ്ങൾ പോകുന്നത്. പക്ഷേ ഈ ലാൻഡ് സ്ലൈഡിൻ്റെ സമയത്ത് ഈ പുള്ളിക്കാരൻ്റെ കുറേ ഫ്രണ്ട്സും റെസ്ക്യൂ ടീമിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അതിൽ പുള്ളിക്കാരൻ്റെ കുറേ ഫ്രണ്ട്സ് സെക്കൻഡ് പൊട്ടൽ വന്നപ്പോൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. കുറേ പേര് ഇവർക്ക് രക്ഷിക്കാൻ പറ്റി, എന്നാലും കുറേ പേര് ഇവരുടെ കൺമുന്നിൽ വെച്ചിട്ട് തന്നെ ലാൻഡ് സ്ലൈഡ് കൊണ്ടുപോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആൾ ഞങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര വിഷമം തോന്നി. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കേട്ട് കുറേ ദൂരം ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഹോം സ്റ്റേസൊക്കെ കാണാൻ പറ്റി. അതുപോലെ തന്നെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നു. ചില ആൾക്കാർക്ക് ഗ്ലാസ് ബ്രിഡ്ജ് വരെ പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇടയിൽ തന്നെ സ്കൈ വാക്കും ചെറിയ ഡോം പോലുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഇടയ്ക്ക് കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാട്ടാനെയോ കാട്ടുപോത്തിനെയൊക്കെ കാണാമെന്നാണ് പറഞ്ഞത്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് അതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു, ആനയുടെ ഒക്കെ അലറുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് ഒരു എൻട്രി ഫീസ് ഉണ്ട്, 300 റുപ്പീസാണ് എൻട്രി ഫീസ്. അപ്പോൾ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. ജയൻറ്റ് സ്വിങ് ഉണ്ട്, ട്രീ ഹൗസ് ഉണ്ട്, ഷൂട്ടിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ഷൂട്ടിംഗ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ജോ ഷൂട്ട് ചെയ്യുന്നതാണ് കാണുന്നത്. നെക്സ്റ്റ് ഇത് ചെറിയൊരു സ്വിങ് ആണ്. ഇത് കുഴപ്പമില്ല, ഇതിൽ പേയ്മെൻ്റ് ഒന്നും ഇല്ല. ആൻഡ് നിങ്ങൾക്ക് ക്രിക്കറ്റ് താല്പര്യമാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ട്രീ ഹൗസ്. ഒത്തിരി വിനോദസഞ്ചാരികൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ 6 o'clock വരെയാണ് എൻട്രി ഉള്ളത്. അപ്പോൾ നമ്മൾ മാക്സിമം ഒരു ഉച്ചയ്ക്ക് ഉള്ളിൽ തന്നെ വരാൻ നോക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ പോയിട്ട് വരാൻ പറ്റുള്ളൂ. ഞങ്ങൾ മുകളിലെത്തിയപ്പോൾ ഒരു 3 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. 3 o'clock ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തുന്നത്.
പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇവിടെ ഈ എൻജോയ് ചെയ്യുന്ന അത്രയും സമയവും നമ്മുടെ ജീപ്പ് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനവർ എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും ചാർജ് ചെയ്യത്തില്ല. അതും കൂടി ചേർത്താണ് അവർ ആദ്യമേ ഒരു 1500 മിനിമം എമൗണ്ട് പറയുന്നത്. ആൻഡ് ഫൈനലി ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോവുകയാണ്. ആക്ച്വലി ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. സോ ഞങ്ങൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ക്രൗഡൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോഴും ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോകുന്നത് ഈ വഴിയിലൊന്നും സെക്യൂരിറ്റി അധികം ഫോട്ടോസൊന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല. അവിടെ എൻഡിൽ പോയിട്ട് കുറച്ചധികം വൈഡായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാവുന്നതാണ്. ചെറിയൊരു ചാറ്റൽ മഴ കൂടെ ഉള്ളതുകൊണ്ട് നേച്ചറിനെ കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. താഴോട്ട് നോക്കുമ്പോൾ ഫുള്ള് ട്രീസും അങ്ങനെയൊക്കെ ആയിരുന്നു. സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുമ്പോൾ വലിയ കുന്നും മരങ്ങളും ഫുള്ള് പച്ചപ്പും അതിൽ കൂടി ക്ലൗഡ്സ് മൂടിക്കിടക്കുന്നതും സൂപ്പർ വ്യൂ ആയിരുന്നു. ഞങ്ങൾക്ക് ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ സിനിമയിലെ പാട്ടുണ്ടല്ലോ, കോടമഞ്ഞിനോഹോ, ആ പാട്ടൊക്കെ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതിലൊക്കെ കാണുന്ന ആ ഒരു വ്യൂ നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തൊരു ഫീലായിരുന്നു. ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഞങ്ങളിങ്ങനെ പരസ്പരം പറയുമായിരുന്നു, ഇനി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ആര് വന്നു കഴിഞ്ഞാലും വയനാട്ടിൽ ഞങ്ങൾ മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് പറയുന്നത് കൊള്ളാരംകണ്ടിയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്തിരിക്കേണ്ട, ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണത്. പ്രകൃതിയുടെ വിസ്മയവും മനുഷ്യൻ്റെ ഇൻ്റലിജൻസും എല്ലാം കൂടി ഒത്തിണങ്ങി ചേർന്ന ഒരു സ്ഥലം. ആൻഡ് ഫൈനലി 100% സാറ്റിസ്ഫാക്ഷനോടെയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് മടങ്ങുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു കമൻറ്റ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.